അഭിലാഷ്, ഈ തിരുവല്ലാമലയിൽ പോളിംഗ് പെർസെൻറ്റേജ് കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ 75-76% ഒക്കെ തിരുവല്ലാമലയിൽ പോൾ ചെയ്തു. പക്ഷേ ഇത്തവണ 70% ഉള്ളൂ. അവിടെയാണ് കെ ബാലകൃഷ്ണൻ വരുന്നത്. അപ്പോൾ BJP തിരുവല്ലാമലയിൽ കാര്യമായ പ്രചരണം നടത്തിയെങ്കിലും അതൊന്നും പെട്ടിയിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ? അതെല്ലാം പരമ്പരാഗതമായി ഇടതുമുന്നണിക്കും കോൺഗ്രസിനുമൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോളിംഗ് ബൂത്തിൽ എത്താത്തതാണോ കാരണം? അപ്പോൾ ഈ തിരുവല്ലാമലയിൽ അടക്കം പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് മുന്നണികൾക്ക് നെഞ്ചിടിപ്പുണ്ടാക്കുന്നുണ്ട്. പൊതുവേ ഇടതു പ്രവർത്തകരാണ് കൂടുതൽ ആത്മവിശ്വാസത്തിലല്ലേ പോളിംഗ് പെർസെൻറ്റേജ് കഴിയുമ്പോൾ? ഈ പരമ്പരാഗതമായ രീതിയിൽ ഇത്തവണ ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ ഭരണവിരുദ്ധ തരംഗം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ചില ആശങ്കകൾ ഉയരുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ തിരുവല്ലാമലയെ സംബന്ധിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ വോട്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു സ്ഥലം തിരുവല്ലാമല തന്നെയാണ്. പക്ഷേ അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണ പാർട്ടി നേതൃത്വമല്ല RS നേതൃത്വമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള പ്രചാരണ പരിപാടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്ത്. അതായത് RSSന്റെ ഒരു കേഡർ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട വോട്ടുകൾ മുഴുവൻ ഈ മണ്ഡലത്തിൽ തിരുവല്ലാമലയിൽ മാത്രമല്ല ഈ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അത് കാരണം കെ ബാലകൃഷ്ണൻ്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം, പല വിവാദങ്ങൾ വന്നപ്പോൾ പോലും അതിലൊന്നും തൊടാതെ തൃശ്ശൂർ മോഡലുള്ള ഒരു പ്രചാരണമാണ് ഞങ്ങൾ മുൻതൂക്കം നൽകുന്നതെന്നും സാധാരണക്കാരുടെ വികസന സ്വപ്നങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളും അതോടൊപ്പം തന്നെ വികസന ലക്ഷ്യങ്ങളുമാണ് തങ്ങൾക്കുള്ളതെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോയത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ന്യൂനപക്ഷ മോർച്ചയുടെ ഈ രാഷ്ട്രീയ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ലഘുലേഖ ഈ മണ്ഡലത്തിൽ വിതരണം ചെയ്ത് അക്കാര്യത്തിലൊന്നും തൊടാൻ അവർ തയ്യാറായിട്ടില്ല. കാരണം അതിനെയൊന്നും അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവാതെ തന്നെ അവർ വികസന രാഷ്ട്രീയം മാത്രം മുന്നോട്ട് വെക്കുകയും അതോടൊപ്പം തന്നെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോയത്. അതിൻ്റെ ഗുണം അവർക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കാണേണ്ടത്. ഇതിൽ പ്രധാനമായും കാണേണ്ടത് ഈ വോട്ടർമാരുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഏതാണ്ട് 10,000-ലേറെ വോട്ടർമാർ കൂടുതലുണ്ട്. അതേസമയത്ത് പോളിംഗ് നടന്ന ആ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 75% സ്ത്രീ വോട്ടർമാർ പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഭരണവിരുദ്ധ തരംഗമുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക ഈ സ്ത്രീ വോട്ടർമാരെ തന്നെയാണ്. ആ വോട്ട് ആർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ വന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സ്വാഭാവികമായും സ്ത്രീ വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്തു, ഈ നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടർമാരുടെ എണ്ണം കൂടുതൽ അതോടൊപ്പം തന്നെ പോളിംഗ് ശതമാനത്തിലെ വർധനവും കൂടി വരുമ്പോൾ അത് എന്തിൻ്റെ സൂചനയാണ് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ മുഖവിലേക്കെടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസ് ഈ മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് പാഞ്ഞാളും ഒന്ന് കൊണ്ടാഴിയുമാണ്. ആ കൊണ്ടാഴിയിലും പാഞ്ഞാളിലും വലിയ തരത്തിൽ വോട്ടിംഗ് ശതമാനം ഉണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2 മണ്ഡലങ്ങൾ, അതായത് 2 പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് ഈ 2 പഞ്ചായത്തുകളാണ്. അത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം കൂടിയാണ്. ഓക്കെ, താങ്ക് യു. അഭിലാഷം നമുക്കൊപ്പം ചേർന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് ചേലക്കരയിലെ കണക്കുകൾ നമ്മളോട് പറയുന്നത്. 3 മുന്നണികളിലും നെഞ്ചിടിപ്പുണ്ട്. അതിൽ UDF അട്ടിമറി വിജയം നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് ചേലക്കര. പക്ഷേ അവിടെ പോളിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 4.5% കുറഞ്ഞു. പക്ഷേ വയനാട്ടിലാണ് UDF കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് കരുതിയത്. പ്രിയങ്ക ഗാന്ധി ഒരു തരംഗമായി മാറും എന്നൊക്കെ കരുതി. പക്ഷേ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ഇന്നലെ വയനാട്ടിൽ രേഖപ്പെടുത്തിയത്. 64.71%. ഇത് UDF കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ക്യാമ്പിനെ ആകെ ഞെട്ടിച്ചിട്ടുണ്ട്. ലീഗ് ഏറനാട്ടിലൊക്കെ മാന്യമായി പോൾ ചെയ്തു. പക്ഷേ കോൺഗ്രസിന്റെ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും ഒന്നും ഏറനാടോട് അടുത്ത ഒരു പോളിംഗ് പെർസെൻറ്റേജ് എത്തിയിട്ടില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം.